ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമുക്കേ ഒരു ഹൈദരാബാദി കുമ്പളങ്ങ പാൽക്കറി ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. കുമ്പളങ്ങയൊക്കെ നമ്മള് നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസാക്കി. അതുപോലെ തന്നെ ഇതിന്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളക് പേസ്റ്റ് ആണ്. പച്ചമുളക് ഒരു 5 എണ്ണം ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കടുക്, വെളുത്തുള്ളി തൊലിയോടെ ഒന്ന് ചതച്ചതാണ്, 2-3 അല്ലി, ഒരു ഇച്ചിരി ചെറിയ ജീരകം, പിന്നെ ഒരു സവോള കൊത്തി എരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇച്ചിരി കറിവേപ്പില, കുറച്ച് എന്താ പറയാ പാൽപ്പൊടി. ഇത് പശുമ്പാലിൽ ഉണ്ടാക്കുക അവര് ഹൈദരാബാദികള്. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പാൽപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് നമ്മൾ പാലാക്കും, അല്ലാതെ നേരിട്ട് പശുമ്പാലല്ല കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു. നമ്മുടെ കുമ്പളങ്ങ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ചേർക്കുമ്പോൾ പറഞ്ഞുതരാവേ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകമാണ്, ഒരു പിഞ്ചിട്ടാൽ മതി. അതൊന്ന് പൊട്ടി വന്നപ്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി തൊലിയടക്കം ചതച്ചത്. നമുക്ക് കുറച്ച് കറിവേപ്പില, ഇനി നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞതാണ്. ഇത് ചോറിന് കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിനും ഒക്കെ കൂടെ വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ നല്ലൊരു കുമ്പളങ്ങ പാൽക്കറിയാണ്. ഇത് കുമ്പളങ്ങ കൊണ്ട് മാത്രമല്ല, ചൊരങ്ങ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ വഴുതുന്ന നേരം കൊണ്ടേ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് പാകത്തിന് ഇട്ട് കൊടുക്കണേ. ഇതിന് വേണ്ട ഒരു കളർ എന്ന് പറഞ്ഞാലേ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വരേണ്ടത്. അപ്പം ഈ പച്ചമുളക് അല്ലാതെ വേറൊരു മുളകും ചേർക്കരുത്, എന്നാലേ അതിൻ്റെ ഒരു കളറും ടേസ്റ്റും നന്നാവുള്ളൂ. ഈ പച്ചച്ചുവ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, ഒരുപാട് മഞ്ഞപ്പൊടി വേണ്ട, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. ഇനി നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഇതിനകത്ത് ജലാംശം ഒന്ന് വറ്റട്ടെ. അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ചൊന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി വരുമ്പോഴേ നമ്മുടെ കറി റെഡി ആകത്തുള്ളൂ. അപ്പോൾ പശുമ്പാലുള്ളവർക്ക് അതൊഴിച്ച് നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ മാറ്റി വയ്ക്കണം കേട്ടോ. അതൊഴിച്ച് കറി വയ്ക്കാം. ഇല്ല, ഇനി പശുമ്പാലിൻ്റെ ഇഷ്ടമില്ല, പാൽപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. തേങ്ങാപ്പാൽ ഇതുമായിട്ട് സെറ്റ് ആവത്തില്ല കേട്ടോ. ഇനി നമുക്കേ ഒന്ന് തുറന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ ഒന്ന് നോക്കാവേ. ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിനകത്ത് കിടന്നിട്ട് അതങ്ങ് വെന്തോളും. ഇപ്പം തന്നെ ജലാംശമൊക്കെ വറ്റി, ഇത് വേഗം വേകുമല്ലോ. പാലൊഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് അങ്ങനെ ഇരുന്ന് വെന്ത് വറ്റട്ടെ. നമ്മുടെ കുമ്പളങ്ങ പാൽക്കറി ഒന്ന് തുറന്നു നോക്കണ്ടേ? നോക്കിയേ, നല്ല ഒരു അടിപൊളി കറിയാണേ. ഞാനിത് പശുമ്പാലിൽ ഉണ്ടാക്കി നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും കൂടെ പാൽപ്പൊടിയില്ല. എന്നാന്നറിയോ, നല്ല എരിവും പാൽപ്പൊടിയുടെ ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയൊരു നല്ല കറിയാണ്. ഇപ്പോൾ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ ഗീ റൈസിനും പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലാസ്റ്റ് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. കസ്തൂരി മേത്തി ഇല്ലേ, കുറച്ചെടുത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചിടാം. കുറച്ചൊരു പിഞ്ചെടുത്തിട്ട് അതും കൂടെ ഇട്ടാൽ നമ്മുടെ കറി റെഡി. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി കുമ്പളങ്ങ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെജിറ്റേറിയൻകാർ പ്രത്യേകിച്ചും നല്ലൊരു സൂപ്പർ കറിയാണ്. കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.